കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, നിൻ്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിൻ്റെ പാളയത്തിൻ്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ അകലാതിരിപ്പാൻ നിൻ്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം എന്ന് വചനം വായിക്കുന്നു. പാളയം എന്ന് പറയുമ്പോൾ താമസ സ്ഥലം. അപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ താമസിച്ച സ്ഥലത്തിൽ പലപ്പോഴും യഹോവ ദൈവം വരുന്ന സമയത്ത് മോശയോട് പറഞ്ഞ് പാളയത്തെ നിങ്ങൾ വൃത്തിയാക്കണം എന്ന് പറയാറുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വീടുകൾ വൃത്തിയായി വയ്ക്കണം. കാരണം നമ്മുടെ താമസ സ്ഥലം, നമ്മൾ അവിടെ ഇരുന്ന് എപ്പോഴും ദൈവത്തെ നാം പ്രാർത്ഥിക്കുകയും പാടുകയും അല്ലെങ്കിൽ ധ്യാനിക്കുകയും ദൈവത്തോട് നമ്മുടെ അവയാചനകൾ പറയുകയും നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. പക്ഷേ കർത്താവ് വരുമ്പോൾ നാം ഇരിക്കുന്ന സ്ഥലം ശുദ്ധിയായിരിക്കണം. ഇന്ന് പല വീടുകളും നാം നോക്കുമ്പോൾ വേണ്ടാത്ത സാധനങ്ങളും വാരിക്കൂട്ടി വീട്ടിൽ അവിടെ ആയിട്ട് മുറികളിൽ കൂട്ടിവെച്ചിരിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഒരു ദൈവപ്രസന്നം ഉണ്ടാകുവാൻ അത് സാധ്യമല്ല. നമ്മുടെ ഹൃദയം എത്രത്തോളം ശുദ്ധിയായിരിക്കുന്നുവോ അതേപോലെ തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും നമ്മുടെ പാർപ്പിടവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതലിൻ്റെ അടയാളം എന്ന് പറയുന്നത് അവൻ ചിലപ്പോൾ നല്ലൊരു വ്യക്തിയായിരിക്കാം, ഹൃദയത്തിൽ കർത്താവിനെക്കുറിച്ചുള്ള ചിന്ത ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ തൻ്റെ ശരീരം, താൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ പാർപ്പിടം, തൻ്റെ കിടക്കമുറി, അടുക്കള, ഇങ്ങനെ തൻ്റെ മുറ്റം, ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നാം വേണ്ടാത്തതെല്ലാം വാരിയിട്ടിരിക്കുമ്പോൾ അതൊരു ദൈവസന്നിധിയിൽ ഇരിക്കാനൊരു ബുദ്ധിമുട്ടാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പാളയം, നാം ഇരിക്കുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ശരീരം പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ ദൈവം വസിക്കുന്ന ഒരു ആലയം എന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വാസം ചെയ്യുവാൻ വരുമ്പോൾ വേണ്ടാത്ത അസൂയയും പിണക്കങ്ങളും അല്ലെങ്കിൽ കോപങ്ങളും ശണ്ഠകളും അങ്ങനെ വേണ്ടാത്ത സാധനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലും ഇരിക്കുവാൻ പാടില്ല. നാം എപ്പോഴും നമ്മുടെ വാസസ്ഥലങ്ങൾ നാം വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ ആരും കാണാത്ത, ലോകത്തിലൊരു മനുഷ്യർക്കും കൂടെ ഇരിക്കുന്ന വ്യക്തിക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു, അതൊരു തുറന്ന പുസ്തകമായിരിക്കുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ശത്രുക്കളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വരുമ്പോൾ നമ്മളിലുള്ള അശുദ്ധി കണ്ടിട്ട് നമ്മെ വിട്ട് ഓടിപ്പോകാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിട്ട് മാറിപ്പോകാതിരിക്കണമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തിലുള്ള പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ വയ്ക്കുമ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടാകും. അല്ലാതെ ഉള്ള പാപങ്ങളും ചെയ്തു കൂട്ടി ഉള്ള വഞ്ചനകളും അസൂയകളും ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കർത്താവെ കേൾക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോകുകയാണ്. പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ എന്തുകൊണ്ട് ചിലത് കേൾക്കാതെ പോകുന്നത്, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധിയായിരിക്കാം, പാപങ്ങൾ ഏറ്റു പറഞ്ഞിരിക്കാം, നമ്മുടെ ഇരിപ്പിടം പാർപ്പിടം എല്ലാം ശുദ്ധിയായിരിക്കാം. പക്ഷെ ചില പ്രാർത്ഥന ചില സമയങ്ങൾ കേൾക്കാതെ പോകുന്നു. അത് നമ്മുടെ തെറ്റല്ല, കർത്താവിൻ്റെ ഹിതമില്ലാത്തത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് എന്ത് വിചാരിച്ചിട്ടുണ്ടോ അത് നിർബന്ധമായി കിട്ടും. നമുക്ക് യോഗ്യമായത്, അല്ലെങ്കിൽ കർത്താവ് നമ്മെ നയിക്കുവാൻ കണ്ടിരിക്കുന്ന പാതയിൽ കൂടെ നമ്മെ നടത്തുവാൻ ചില കഷ്ടപ്പാടുകളും വേദനകളുടെ മധ്യയിൽ നാം എത്ര പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾ ചിലപ്പോഴും നമ്മുടെ ജീവിതകാലത്ത് കാണും. അതല്ല, അതിനെക്കുറിച്ച് മുറുമുറുത്താലും നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി വരികയാണ്. അപ്പോൾ ദൈവഗീതത്തിനെ നാം വിചാരിച്ചിരിക്കുമ്പോൾ പൈശാചികൻ നമ്മുടെ ജീവിതത്തെ മേற்കൊള്ളാതെ വണ്ണം, അല്ലെങ്കിൽ പൈശാചികൻ നമ്മുടെ ജീവിതത്തെ അടിമപ്പെടുത്താതെ വണ്ണം കർത്താവ് നമ്മെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ കണ്ണുനീരുകളും വേദനകളും പ്രാർത്ഥനകളും കേട്ട് ഞങ്ങൾക്ക് കർത്താവെ അങ്ങ് മറുപടിയുമായി വരുമ്പോൾ ഞങ്ങളായിരിക്കുന്ന സ്ഥലം, ഞങ്ങളായിരിക്കുന്ന
ഞങ്ങളായിരിക്കുന്ന ആ ഒരു പാർപ്പിടം, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ ചിന്തകൾ എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നിഷ്കളങ്കത ഉള്ളതായി ഇരുപ്പാൻ എൻ്റെ ദൈവം കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. മനസ്സിൻ്റെ ആകുലതകളും ചിന്തകളും കർത്താവെ വിട്ടുമാറി, കർത്താവെ അങ്ങ് എനിക്ക് സമീപസ്ഥനാകുന്നു എന്ന ഒരു വിശ്വാസത്തോടുകൂടെ ഓരോ മനുഷ്യനും കർത്താവെ തൻ്റെ ജീവിതത്തിൻ്റെ കർത്താവെ ഓട്ടം തേപ്പൻ കർത്താവ് ഓരോരുത്തരുടെയും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അവർക്ക് കർത്താവ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലവിധമായ കർത്താവെ കഷ്ടങ്ങളും സങ്കടങ്ങളും വേദനകളും ഉണ്ടല്ലോ കർത്താവെ. അതിൽ നിന്നെല്ലാം അവർ പുറത്തു വരുവാൻ സന്തോഷമായി അങ്ങേ ആരാധിച്ച് കുടുംബത്തോട് അങ്ങേ സ്തുതിച്ച് കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഓരോരുത്തരും കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.